ഒരു സായാഹ്നത്തിൽ സന്യാസി മലമുകളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ വാതിലിൽ മുട്ടി. തുറന്നു നോക്കിയപ്പോൾ രക്തമൊലിച്ച മുഖവുമായി നിൽക്കുന്ന മനുഷ്യൻ. സന്യാസി തൂവാലയെടുത്ത് മുഖം തുടച്ച് ഭക്ഷണം നൽകി. നന്ദി പറഞ്ഞ് അയാൾ മടങ്ങി. ആ മനുഷ്യന്റെ മുഖം തുടച്ച തൂവാല കളയാനെടുത്തപ്പോൾ സന്യാസി തൂവാലയിൽ കണ്ടത് തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ മുഖം. വഴിയെ വന്ന പലരും വകവയ്ക്കാതെ മാറി അകന്നപ്പോൾ ഒരാൾ മാത്രം അയാളുടെ മുറിവുകൾ വെച്ച് കെട്ടി സ്നേഹത്തോടെ പരിചരിച്ചു. അത് അയാളുടെ ശരീരത്തിൻ്റെ മുറിവുകൾ മാത്രമല്ല, മനസ്സിനേറ്റ മുറിവ് പോലും ഉണക്കിയിട്ടുണ്ടാകും. എത്ര മനോഹരമായാണ് വിശുദ്ധ ഗ്രന്ഥം ഈ നല്ല സമരിയാക്കാരനെ വരച്ചു കാട്ടുന്നത്. നിന്റെ ഉള്ളിലെ നന്മയുടെ വെട്ടം അപരൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുമെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്. ഇന്ന് നാം നന്മയെന്ന പുണ്യത്തെ ധ്യാനിക്കുകയാണ്. അപരൻ്റെ കണ്ണീർ വഴികളിൽ സഹയാത്രികനാകുമ്പോൾ, അവനെ കേൾക്കാൻ കാതു നൽകുമ്പോൾ, രക്തമൊലിക്കുന്ന മുറിപ്പാടുകളിലേക്ക് കനിവിൻ്റെ ലേപനം പുരട്ടുമ്പോൾ നിന്റെ തൂവാലയിൽ മാത്രമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മുഖം പതിയും. ഉള്ളിൽ നന്മ സൂക്ഷിക്കാനാകട്ടെ.